നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലാ SYF സെക്രട്ടറി ഫവാസ് വഹബി സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനമായ 24-ാം തീയതി സ്ഥാപക അധ്യക്ഷരായിട്ടുള്ള ഉസ്താദ് താഴേക്കോട് മൗലാനൽ മർഹൂം കുഞ്ഞലവി മുസ്ലിയാരുടെ നാട്ടിൽ മഹാസമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ആളെടുക്ക മുദർരിസ് സുദീർഘകാലമായി ദീനിന്റെ ഖിദ്മത്തിലായി ജീവിതം ധന്യമായ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഉസ്താദ് BH അബൂ സ്വാലിഹ് മുസ്ലിയാർ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഏറ്റവും ആദരവും ബഹുമാനവും അർഹിക്കുന്ന സയ്യിദന്മാരെ, നാം ഏവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയ ഗുരുവര്യർ, അതേപോലെ ഈ മഹത്തായ വേദിയിലുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരങ്ങളെ, വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും ഈ പരിപാടി നടത്തിയ സംഘാടകർക്കുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്ഷണിച്ചവരെല്ലാം എത്തി. അൽഹംദുലില്ലാ, ഏറെക്കുറെ ആളുകളും വരുമെന്ന് നേരിയ പ്രതീക്ഷയുള്ളവർ വരെ നമ്മുടെ പരിപാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ആത്മാർത്ഥതയാവാം എന്ന് ഈ ഉള്ളവൻ മനസ്സിലാക്കുന്നു. അള്ളാഹു ഇരുലോകത്തും ഉപകരിക്കുന്ന ഒരു സംഗമമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഇൻസാനിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ 3-ാമത്തെ ആയത്ത് ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഇന്നാ ഹദൈനാഹു സബീൽ, ഇതിൻ്റെ തഫ്സീറിൽ മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ബയ്യന്നാ ലഹു സബീല ഇലശ്ശഖാഇ വസ്സആദ. ഒരു മനുഷ്യവർഗത്തിന് രക്ഷപ്പെടാനുള്ളതും പരാജയപ്പെടാനുള്ള മാർഗത്തെ കൃത്യമായി അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരിലൂടെ, അതോടൊപ്പം ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരിലൂടെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ സംസാരിച്ചത്. മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഏതാണെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നാം ഈ സംഘത്തിൽ ചേർന്നതും അത് അഭിമാനത്തോടെ വിളിച്ചു പറയുന്നതും പരലോകത്ത് രക്ഷപ്പെടാനാണ്.
പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിറിൽ നാം ഒക്കെ എപ്പോഴും കേൾക്കുന്ന ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ചില ഖിറാഅത്തിൽ ഇന്നമാ യഖ്ശല്ലാഹു എന്നുണ്ട്. അള്ളാഹു ഭയപ്പെടുന്നു എന്നല്ല, അള്ളാഹു അവരെ മാനിക്കുകയാണ്, അവർക്കൊരു പ്രത്യേക പവർ നൽകുകയാണ്. അവർ പിഴക്കുന്നില്ല, അവരുടെ സംസാരത്തിൽ പിഴവുകളില്ല, അവരുടെ നിലപാടിൽ പിഴവുകളില്ല. കൃത്യമായി വളരെ സത്യസന്ധമായി അവർ കാണിച്ചു തന്ന മാർഗങ്ങൾ വളരെ കൃത്യമാണ്. ഇങ്ങനെയെല്ലാം വളരെ സത്യസന്ധമായ നിലയിൽ കൃത്യമായ രീതിയിൽ അവർ ഇടപഴകുന്ന എല്ലാ മേഖലകളും അള്ളാഹു സംരക്ഷിക്കുകയാണ്, സുരക്ഷിതത്വം ഏർപ്പെടുത്തുകയാണ്. ശൈഖുനാ താജുൽ ഉലമ മഹാനവറുകൾ ഇവിടെ കേട്ടുവല്ലോ നിങ്ങൾ, എത്രയോ വലിയ സ്ഥാനത്തിരുന്നയാളാണ്. അള്ളാഹു അവർക്ക് നൽകിയ നിഅമത്തിനെ, അവർക്ക് നൽകിയ നിഅമത്ത് എന്താണ്? അവർ ഉഖ്റവിയായ ആലിമ എന്നതാണ് ഏറ്റവും വലിയ നിഅമത്ത്. ഈമാൻ കഴിഞ്ഞിട്ട് അവരുടെ ഇൽമ് വല്ലാത്ത ഇൽമാണ്. ആ നൂറ്റാണ്ടിൽ തന്നെ അതുപോലൊരു ആലിമില്ല എന്ന് മറ്റു ഉലമാക്കൾ വിവരിക്കുന്ന തരത്തിൽ ഉള്ള ഇൽമ് മഹാനവറുകൾക്ക് നൽകി. ഈ ഇൽമ് നൽകിയപ്പോൾ, ഈ നിഅമത്ത് കിട്ടിയപ്പോൾ മഹാനവറുകൾ ശുക്ർ ചെയ്തു. ശുക്റിൻ്റെ ഭാഗമാണല്ലോ ഇൻ ശകർതും ലഅസീദന്നകും. ഈ ശുക്റിൻ്റെ ഭാഗമായിട്ടാണ്, ആ അള്ളാഹു നൽകിയ നിഅമത്താണ് അവരുടെ രാജി. സമസ്തയിൽ നിന്ന് രാജിവെച്ചു. ഇത് അള്ളാഹു നൽകിയ ആ നിഅമത്തിലുള്ള വർധനവാണ്. മഹാനവർകളെങ്ങാനും അതിൽ തുടർന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഘം ഉണ്ടാകുമായിരുന്നോ? സത്യത്തിൻ്റെ മേലിൽ, ആ ഹക്കിൻ്റെ മേലിൽ നിലകൊള്ളുന്ന ഒരു സംഘം ഇവിടെ രൂപപ്പെടുമോ? ഇല്ല. ഇതെന്താണ്? അള്ളാഹു അവർക്ക് നൽകിയ നിഅമത്തിൽ അവർ ചെയ്ത ശുക്റാണ്. ഇതാണ് പറഞ്ഞത്, ഇത്തരം ഉലമാക്കളെ അള്ളാഹു സുരക്ഷിതത്വം നൽകി സംരക്ഷിക്കുകയാണ്. സംരക്ഷിച്ച് ഏതൊക്കെ പിഴവുകളിൽ, ഏതൊക്കെ ബാത്തിലുകളിൽ അവർ അകപ്പെടുന്നുണ്ടോ അതിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കുകയാണ്. ഈ സംരക്ഷണം കിട്ടിയ ഉലമാക്കളുടെ തണലിലാണ് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മളെന്താണ് ഈ നൽകിയ നിഅമത്തിന്? നമ്മുടെ നിഅമത്താണിത്. ഈ മഹത്തായ സംഘത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ, അതിൻ്റെ ഒരു ഭാഗവാക്കാവാൻ, അതിൻ്റെ ഒരു അനുഭാവിയാകാൻ നമുക്ക് കിട്ടിയത് വലിയ നിഅമത്തായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് നാം നന്ദി ചെയ്യേണ്ടതുണ്ട്. എന്താണ് നമ്മെക്കൊണ്ട് പറ്റുന്ന നന്ദി? ഇതൊക്കെയാണ്. ഉലമാക്കളെ കേൾക്കുക, അവരുടെ നിലപാടുകൾ പഠിക്കുക, അവരെടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കുക, ആ വഴിയിലൂടെ തുടർന്ന് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കിപ്പോൾ അള്ളാഹു നൽകിയ നിഅമത്ത് നോക്കിയേ. നമുക്ക് ഈ തുച്ഛം ആളുകൾക്ക് അള്ളാഹു നൽകി എത്ര ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് അള്ളാഹു നൽകിയത് വളരെ കേവലം. വഖലീലും മിൻ ഇബാദിയ ശകൂർ, വളരെ കേവലമാണ്. നന്ദിയുള്ള അടിമകൾ വളരെ തുച്ഛമാണ്. ഇതല്ലാഹു ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. ഈ കേവലം ആളുകളിൽ നമ്മൾ പെടണം. ഈ കേവലം ആളുകളിൽ നാം പെടേണ്ടതുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഖലീലി എന്ന് പറയുന്ന ഒരു ദുആ ഒരാൾ ഇങ്ങനെ നടത്തുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഇതെന്താണ് ഈ ഖലീൽ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ, നന്ദിയുള്ള ആ തുച്ഛമായ അടിമകളിൽ പെടാനാണ് അയാൾ ദുആ ചെയ്യുന്നത്. ഖുർആൻ പറഞ്ഞ ആ ഖലീലിൽ പെടാൻ, ഈ ഖലീലിൽ പെടാൻ, നന്ദിയുള്ള അടിമകളായി മാറാൻ നമുക്ക് ഈ തന്ന നിഅമത്തിനെ മുറുകെ പിടിക്കുകയും ഒന്നും കൂടി നാം പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആവേശം കാണിക്കുകയും സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും ആരെങ്കിലും അത് നടത്തിക്കോളാം എന്നുള്ള ഒരു മറ്റുള്ളവരിലേക്ക് മാറ്റി നിർത്താതെ നമ്മളിതിൻ്റെ ഭാഗവാക്കായി നമ്മളെക്കൊണ്ട് ഈ നിഅമത്ത് ആർക്കൊക്കെ എത്തിക്കാൻ പറ്റുമോ, ഈ സന്ദേശം ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ എത്തിച്ചു കൊടുത്ത് ഇത്തരം നല്ല നല്ല മജ്ലിസുകളിൽ പങ്കെടുത്ത് നല്ല നന്ദിയുള്ള അടിമകളായി മാറാൻ
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ നന്ദിയുള്ളവരാകുമ്പേ നമ്മുടെ നാട്ടിൽ പാനമാംഗ്ലൂർ പ്രദേശത്ത് അല്ലെങ്കിൽ മറ്റേ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പരിപാടികളിൽ സജീവമായ പലരും മാറി നിൽക്കുകയായി, പലരും ഒഴിഞ്ഞു മാറുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ നിഅമത്തിനെ നമ്മൾ ശുക്ർ ചെയ്തില്ലെങ്കിൽ ആ നിഅമത്ത് അള്ളാഹു നമ്മിൽ നിന്ന് എടുത്തു മാറ്റും. നേരെ മറിച്ച് അള്ളാഹു നൽകിയ നിഅമത്ത് നമ്മൾ ശുക്ർ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ മശായിഖന്മാർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ പ്രവേശിക്കുമ്പോൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് കാസർഗോഡ് ജില്ലാ SYF-ൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈയുള്ളവൻ നിർത്തുന്നു. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കർമ്മമണ്ഡലം കാസർഗോഡാണെങ്കിലും ദക്ഷിണ കന്നഡയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുന്ന ബഹുമാന്യനായ ഫവാസ് വഹബി കാസർഗോഡ് അവറുകൾക്ക് ജില്ലാ കമ്മിറ്റിയുടെ ആശംസകൾ കൂടെ നന്ദിയും അറിയിക്കുന്നു.